മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് വേണ്ടി അനേക മക്കൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. രോഗികളും ദുഃഖിതരും പാപികളും കടക്കണിയിൽപ്പെട്ടവരും നമ്മളെല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തകർന്നവരാണ്. തകർന്നവർക്കുള്ളതാണ് കർത്താവിന്റെ വചനം. ഇതാ കർത്താവിന്റെ വചനം നമ്മോട് പറയുകയാണ്. 26-ാം സങ്കീർത്തനം 7-ാം വാക്യം. ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാസ്തോത്രം ആലപിക്കുന്നു, അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചാലും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ആരാധിച്ച് പ്രാർത്ഥിച്ചാലും കൃതജ്ഞതാസ്തോത്രം സർവശക്തിയോടെ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള പ്രാർത്ഥന ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ്. നന്ദി പറഞ്ഞ് രോഗികൾ സൗഖ്യപ്പെട്ടവർ എനിക്കറിയാം. നന്ദി പറഞ്ഞ് കടക്കണികൾ മാറിപ്പോയത് എനിക്കറിയാം. നന്ദി പറഞ്ഞ് ആത്മീയമായി വളർന്നവരെ എനിക്ക് പരിചയമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാൻ കൃതജ്ഞതാസ്തോത്രമായിരിക്കട്ടെ നമ്മുടെ ബലി. യേശുവിനെ ഓർത്ത് നന്ദി പറയുക, നമ്മുടെ ബലഹീനതകൾ ഓർത്ത് നന്ദി പറയുക, കടക്കെണികളെ ഓർത്ത് നന്ദി പറയാൻ, പാപ ബലഹീനതകൾ ഓർത്ത് നന്ദി പറയാൻ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒരു വ്യക്തിയുടെ തലവര മാറും, കുടുംബത്തിന്റെ ഗതി മാറും, തലമുറ കർത്താവിന് പ്രിയപ്പെട്ടതായി തീരും. കർത്താവിന്റെ വലിയ ഈ ശുശ്രൂഷ എന്നൊരു കടലാസും പേനയെടുത്ത് നന്ദി പറയേണ്ടവരുടെ പേരുകൾ, നന്ദി പറയാത്തവരുടെ പേരുകൾ ഇവ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശീലിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.